എഡിറ്റോറിയൽ 2020 നവംബർ 6 വെള്ളി. സംവരണീയരുടെ രാഷ്ട്രീയ ഐക്യം. ഭരണഘടനാ അവകാശമായ സംവരണം അനുഭവിക്കുന്നവരാണ് സംസ്ഥാന ജനസംഖ്യയിലെ 80% വരുന്ന സാമൂഹിക വിഭാഗങ്ങൾ. സാമൂഹിക പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരുടെ ഉന്നമനത്തിനുള്ള സംവരണം എന്ന സംവിധാനത്തെ തുരങ്കം വെക്കാനുള്ള നീക്കങ്ങൾ സംവരണം ഉണ്ടായ കാലം മുതലേ ഉണ്ട്. സാമൂഹിക സംവരണത്തെ തുരങ്കം വെക്കാനുള്ള കൗശലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക സംവരണം. 1950കളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ ആശയവുമായി രംഗത്തുണ്ടായിരുന്നു. പിന്നാക്ക സമൂഹങ്ങളുടെ പ്രതിഷേധവും സുപ്രീം കോടതിയുടെ തടസ്സവും കാരണമാണ് അത് നടക്കാതെ പോയത്. അതേസമയം പ്രയോഗത്തിൽ സംവരണം അട്ടിമറിക്കുന്ന നീക്കങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ അപ്രമാദിത്വമുള്ള സവർണ ബ്യൂറോക്രസിയുടെ കാർമ്മികത്വത്തിൽ നിരന്തരം നടന്നുപോരുകയും ചെയ്തു. സംവരണത്തിൻ്റെ ചരിത്രം സംവരണ അട്ടിമറിയുടെ ചരിത്രം കൂടിയാണ്. സംവരണ അട്ടിമറിയുടെ ചരിത്രത്തിലെ നിർണായക അധ്യായമാണ് സർവ്വമേഖലയിലും 10% മുന്നാക്ക സംവരണം നടപ്പാക്കാനുള്ള LDF സർക്കാരിൻ്റെ തീരുമാനം. 10% മുന്നാക്കക്കാർക്ക് സംവരണം നൽകണമെന്നല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയിലുള്ളത്. മറിച്ച് 10% വരെ നൽകാമെന്ന് മാത്രമാണ്. ആ ഭേദഗതി വന്ന മാത്രയിൽ ഒരുവിധ പഠനത്തിൻ്റെയും അടിസ്ഥാനമില്ലാതെ സംസ്ഥാനത്തെ 20% വരുന്ന സവർണ വിഭാഗങ്ങൾക്കായി 10% പതിച്ചു നൽകുകയായിരുന്നു LDF സർക്കാർ. അത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയപ്പോൾ പിന്നാക്ക സമൂഹങ്ങളെക്കാൾ സംവരണം അനുഭവിക്കുന്ന വിഭാഗമായി മുന്നാക്ക സമൂഹം മാറി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംവരണീയ സമൂഹമാണ് മുന്നാക്കക്കാർ എന്നതാണ് വാസ്തവം. 80% വരുന്ന ജനസമൂഹങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെയും മുറവിളികളെയും അല്പം പോലും മാനിക്കാതെ സവർണ സംവരണം നിസ്സങ്കോചം നടപ്പാക്കാൻ ഭരണകൂടത്തിന് കരുത്ത് പകരുന്നത് എന്താണ്? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ മിക്കവയും ഇതിന് അനുകൂലമാണ് എന്നതാണ് അതിൻ്റെ ഒരു കാരണം. സവർണ സംവരണത്തിൻ്റെ കാര്യത്തിൽ CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒരേ സ്വരമാണ്. വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ആലോചിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹങ്ങളെ അവഗണിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധമാവില്ല. പക്ഷേ മുന്നാക്ക സംവരണത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെയൊരു ഭയമില്ല. അതീശ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം എന്നത് തന്നെ കാരണം. പിന്നാക്ക സമൂഹങ്ങളെ ഗൗനിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നാക്ക സമൂഹങ്ങൾ എണ്ണക്കണക്കിൽ 80% വരുമെങ്കിലും രാഷ്ട്രീയമായി അവർ അസംഘടിതരാണ് എന്നതാണ് രണ്ടാമത്തെ കാരണം. LDF സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുന്നാക്ക സംവരണത്തിൻ്റെ തന്നെ കാര്യമെടുക്കുക. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പിന്നാക്ക ജാതിയായ ഈഴവരുടെ സംഘടനയായ SNDP അതിനെ എതിർത്ത് കഴിഞ്ഞു. സർക്കാർ പിന്നാക്കക്കാരെ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്നാണ് അതിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. വിവിധ പിന്നാക്ക സമുദായ സംഘടനകൾ ചേർന്ന് രൂപവൽക്കരിച്ച സംവരണ സമുദായ മുന്നണി സമരപരിപാടികൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളും ലത്തീൻ കത്തോലിക്ക വിഭാഗവും സർക്കാർ നിലപാടിനെ ശക്തമായി വിമർശിച്ചുമുണ്ട്. എന്നാൽ മുന്നാക്ക സംവരണം എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് LDF മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി അസംഘടിതരായ പിന്നാക്കക്കാർ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല എന്ന മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ആത്മവിശ്വാസമാണ് സർക്കാർ ധാർഷ്ട്യത്തിൻ്റെ കാരണം. ഈ പശ്ചാത്തലത്തിലാണ് സംവരണീയ സമൂഹങ്ങൾ ചേർന്ന് മൂന്നാം മുന്നണി രൂപവൽക്കരിക്കാനാവുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ആഹ്വാനം പ്രസക്തമാകുന്നത്. സംവരണത്തിൻ്റെ യഥാർത്ഥ അവകാശികളുടെ 80% വരുന്ന പിന്നാക്ക സമൂഹങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. തത്വത്തിൽ തീർത്തും ശരിയായ പ്രസ്താവനയാണത്. പക്ഷേ അതിൻ്റെ പ്രായോഗിക പദ്ധതികളൊന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല. വിഭവങ്ങളും അധികാരങ്ങളും ചെറുന്യൂനപക്ഷമായ സവർണ വിഭാഗങ്ങൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന നിലവിലെ ഘടന പൊളിച്ചു പണിയുക തന്നെ വേണം. അതിന് പ്രസ്താവനകൾ കൊണ്ടും നിലവിളികൾ കൊണ്ടും കാര്യമില്ല. പിന്നാക്ക സമൂഹങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. സാമ്പത്തിക സംവരണത്തിനെതിരെ ഇപ്പോൾ രൂപപ്പെടുന്ന മുൻകൈകൾ അത്തരമൊരു രാഷ്ട്രീയ മുന്നേറ്റമായി രൂപപ്പെടുത്തുകയാണ് പിന്നാക്ക സമുദായ നേതൃത്വം ചെയ്യേണ്ടത്. അല്ലാതെ സവർണ അധീശ വർഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യങ്ങൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കേരളത്തിൽ ഇനിയും വികസിച്ചിട്ടില്ലാത്ത, നിശ്ചയമായും വികസിച്ചു വരേണ്ട ഒരു രാഷ്ട്രീയം അതുതന്നെയാണ്.